റോഡ് അപകടം കേരളത്തിൽ കൂടുന്നുണ്ടോ? കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഒരുപാട് ആക്സിഡന്റുകളാണ് നമ്മൾ കണ്ടത്. വഴിയരികിൽ കൂടി നടന്നിരുന്ന പെൺകുട്ടികളുടെ മേത്തേക്ക് പാഞ്ഞു കയറിയ ലോറി, ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്ന ബൈക്ക് കൂട്ടിയിടിച്ച് യുവാവ് മരിക്കുക, ഇങ്ങനെ പല പല ഇൻസിഡൻസിന് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്ത്രീപക്ഷത്തിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ റോഡ് അപകടത്തെ പറ്റിയാണ്. 100 മേലെ വണ്ടി പോയാലേ അവർക്ക് ആ ഒരു ത്രില്ല് കിട്ടത്തുള്ളൂ. അത് തന്നെയല്ല, ഇപ്പൊ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികൾ, ADHD ഉള്ള കുട്ടികൾ, ഇപ്പൊ തന്നെ ഫഹദ് ഫാസിൽ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് ADHD ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെയും അവര് വളരുന്നതനുസരിച്ച് അവരുടെ പിരിപിരിപ്പും അല്ലെങ്കിൽ അടങ്ങിയിരിക്കായ്മയും കുറയുന്നു. പക്ഷേ ശ്രദ്ധക്കുറവ് പെർസിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ശ്രദ്ധക്കുറവ് വരുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് അറ്റൻഷനാണ്. അതായത് സസ്റ്റെയിൻഡ് അറ്റൻഷൻ, അതാണ് വേണ്ടത്. ഇപ്പം എൻ്റെ നാട് മലപ്പുറത്താണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ ഒരു 2-3 പേര് ഒരുമിച്ച് ആക്സിഡന്റ് ആവുന്ന മെജോറിറ്റി കേസുകളും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയിട്ട് വരുന്നവരായിരിക്കും. കാരണം എയർപോർട്ടിലേക്ക് ഇവർ അങ്ങോട്ട് ഓടിച്ചിട്ടാണ് പോകുന്നത്, അത്രയും ദൂരം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ ആളെ പിക്ക് ചെയ്ത് അവരെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് കയറി തിരിച്ചു കൊണ്ടുവന്ന് മനുഷ്യനെ ക്ഷീണിക്കും. എത്ര ലെക്ചർ ആണെങ്കിലും അതിലിരിക്കുന്ന ആളുടെ ശ്രദ്ധ പോലെ ഇരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ റിസ്ക് കുറയ്ക്കാം? ലഹരി ഉപയോഗം, മാം പറഞ്ഞ പോലെ അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഇന്ന് എന്തുകൊണ്ട് റോഡ് അപകടങ്ങൾ കൂടുന്നു എന്ന് പറയണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വണ്ടികൾ കൂടുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും വേണം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രശ്നം വരും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ റീസെൻ്റ്ലി എന്താ നമുക്കിങ്ങനെ ഈ റോഡ് ആക്സിഡൻറ്റ്സ് കൂടാനുള്ള ഒരു കാരണം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഇപ്പോൾ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി ചിലപ്പോൾ പെട്ടെന്ന് മഴ വരാം, ചിലപ്പോൾ പെട്ടെന്ന് നല്ല ചൂട്, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രൈറ്റ് സൺലൈറ്റ് ആണ് അല്ലേ. നമ്മളിപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കുറേ നേരം ഈ ബ്രൈറ്റ് സൺലൈറ്റിൽ ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് തന്നെ ഒരുപാട് ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് തൃശ്ശൂർ പോകുമ്പോൾ തൃശ്ശൂർ എത്തുമ്പോൾ പെട്ടെന്ന് ഭയങ്കര മഴയായിരിക്കാം, നല്ല അതികഠിനമായ മഴയായിരിക്കും. പക്ഷേ ഒരു ഡ്രൈവർ ഒരിക്കലും ഇതിനെപ്പറ്റി വണ്ടി ഓടിക്കുന്ന ആളിനെപ്പറ്റി അത്ര അവെയർ ആവണമെന്നില്ല. 2-3 തരം ആൾക്കാരുണ്ടല്ലോ. ചിലർക്ക് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കണമായിരിക്കും, പക്ഷെ ചിലർ വൈകി എണീക്കണവരായിരിക്കും. അപ്പം നമ്മളുടെ ആ ഉറക്ക പാറ്റേൺ അനുസരിച്ച് വേണം നമ്മൾ ആ ഡ്രൈവും ഷെഡ്യൂൾ ചെയ്യാൻ. കാരണം ഇപ്പോൾ നമ്മൾ 2 മണി വരെ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ സമയം വരെ ഡ്രൈവ് ചെയ്ത് പിന്നെ വണ്ടി എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ ദൂരെ പോവുകയാണെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ 2 മണിക്കുള്ളിൽ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊരു എന്താ പറയുക വർക്കപ്പ് നടത്തിയിട്ട് വേണം നമ്മളൊരു ട്രാവലിന് പോവാൻ. മഞ്ജുമയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമുക്ക് റോഡ് ആക്സിഡൻറ്റ്സ് കൂടുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് കാരണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോൾ മെയിനായിട്ടൊരു റോഡ് ആക്സിഡൻറ്റ് കാരണം എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് നമുക്ക് പറയാം. ഒന്ന്, ആരാണോ വണ്ടി ഓടിക്കുന്നത് അയാളുടെ കയ്യിലാണ് ആ വണ്ടിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് അല്ലേ, അതൊരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് റോഡിൻ്റെ ഡിസൈൻ. ഇങ്ങനെ 2 കാരണങ്ങളാലാണ് നമ്മൾ സാധാരണ റോഡ് ആക്സിഡൻറ്റ്സ്, ഇതിലേതെങ്കിലും ഒരു ഫാക്ടറിൽ ഉണ്ടാകുന്ന പിഴവ് മൂലമാണ് നമുക്ക് റോഡ് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ റീസെൻ്റ്ലി എന്താ നമുക്കിങ്ങനെ ഈ റോഡ് ആക്സിഡൻറ്റ്സ് കൂടാനുള്ള ഒരു കാരണം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഇപ്പോൾ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി ചിലപ്പോൾ പെട്ടെന്ന് മഴ വരാം, ചിലപ്പോൾ പെട്ടെന്ന് നല്ല ചൂട്, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രൈറ്റ് സൺലൈറ്റ് ആണ് അല്ലേ. നമ്മളിപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കുറേ നേരം ഈ ബ്രൈറ്റ് സൺലൈറ്റിൽ ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് തന്നെ ഒരുപാട് ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് തൃശ്ശൂർ പോകുമ്പോൾ തൃശ്ശൂർ എത്തുമ്പോൾ പെട്ടെന്ന് ഭയങ്കര മഴയായിരിക്കാം, നല്ല അതികഠിനമായ മഴയായിരിക്കും. പക്ഷേ ഒരു ഡ്രൈവർ ഒരിക്കലും ഇതിനെപ്പറ്റി വണ്ടി ഓടിക്കുന്ന ആളിനെപ്പറ്റി അത്ര അവെയർ ആവണമെന്നില്ല, ഒരു ആസ് യൂഷ്വൽ ഓടിച്ചു പോകും. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ വണ്ടി സ്പീഡിൽ ഓടിക്കുമ്പോൾ യൂഷ്വലി ഒരു ഹൈഡ്രോപ്ലെയിനിങ് അല്ലെ അക്വാപ്ലെയിനിങ് പോലെയുള്ള പ്രതിഭാസങ്ങൾ, അതായത് എന്താണ്, നമ്മുടെ റോഡിൻ്റെ ടയറും നമ്മുടെ റോഡും തമ്മിലുള്ള സർഫസിൻ്റെ ഇടയിൽ ഒരു വാട്ടർ ലെയർ ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി പലരും അൺഅവെയറാണ്. നമ്മൾ വന്ന അതേ സ്പീഡിൽ തന്നെ പോകും. ഈ ഹൈഡ്രോപ്ലെയിനിങ് കാരണം പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും, ഡ്രൈവർ പെട്ടെന്ന് പാനിക് ആവും. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. പക്ഷേ അത് അല്ലെങ്കിൽ ബ്രേക്ക്, യൂഷ്വലി നമ്മുടെ ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്, നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ വണ്ടി ഇങ്ങോട്ട് സ്കിഡ് ചെയ്യാൻ പോകുമ്പോൾ അറിയാതെ നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് വണ്ടി ഒന്ന് പതുക്കെ സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കാൻ നോക്കും. പക്ഷെ അതാണ് മെയിൻലി വളരെ വലിയ ആക്സിഡൻസിന്, വണ്ടി തെറിച്ചു പോകും, ശരിക്കും സ്കിഡ് ചെയ്ത് പോകും. പക്ഷേ അപ്പം അതുപോലെ നമ്മൾ ഇതിനെപ്പറ്റി അൺഅവെയർ ആണ്. യൂഷ്വലി ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കുക, നമ്മൾ മെയിൻലി സ്പീഡാണ് കാരണം. ഇനിയിപ്പോൾ സ്പീഡ് കുറവാണ്, വണ്ടിയുടെ കണ്ടീഷൻ ഓക്കെയാണ്, റോഡ് ഓക്കെ ആണെങ്കിൽ പോലും ഇതേപോലെ ചില ഹിഡൻ ആയിട്ടുള്ള ചില ഈ പ്രതിഭാസത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കണം ആക്ച്വലി. അതെ, അത് നമ്മൾ ഈവൻ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഞാൻ ഇതിനെക്കുറിച്ച് അധികം ശ്രദ്ധിച്ചിരുന്നു.
ഇപ്പോൾ എനിക്ക് തോന്നിയില്ല നമ്മുടെ ഈവൻ നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ മോശമാണ്, എന്ത് മോശമാണെങ്കിലും നമ്മൾ ഓടിക്കുന്ന ആൾ കുറച്ച് കെയർഫുൾ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആക്സിഡൻസ് ഒഴിവാക്കാൻ പറ്റും. ഞാൻ കെയർഫുൾ ആയിട്ട് അങ്ങനെ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ചില സയന്റിഫിക് പ്രതിഭാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ ആരും ചിന്തിക്കുന്നില്ല, ഓക്കെ അത് അക്വാപ്ലെയിനിങ് ആയിരുന്നു അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഹൈഡ്രോപ്ലെയിനിങ് ആയിരുന്നു, നമ്മൾ ചിന്തിക്കില്ല അത്. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മൾ മഴയത്ത് വണ്ടി ഓടിക്കുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈവൻ നമ്മൾ ക്രൂയിസ് കൺട്രോളിലാണ് വണ്ടി പോകുന്നത്. നമ്മൾ നമ്മുടെ വണ്ടി പ്രീമിയം ആണല്ലോ, നമ്മൾ ക്രൂയിസ് കൺട്രോളിലൊക്കെ പോകുന്നുണ്ട്, ഓക്കെ. പക്ഷെ നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഓഫ് ചെയ്യണം. നമ്മൾ മഴയത്ത് പോവുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഇടരുത്, നമ്മൾ തന്നെ സ്പീഡ് കുറച്ച് പോണം. ഇതല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു മൊമെന്റിലാണ്, മൈക്രോ സെക്കൻഡിൽ നമ്മുടെ വണ്ടി. ഇപ്പൊ സ്പീഡിന്റെ കാര്യം പറഞ്ഞല്ലേ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നല്ലേ പറയാ. അപ്പൊ കഴിഞ്ഞ ദിവസം ഐലൻഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അത് ബെൻസ് ആണ്, 2 ബെൻസ് കാറുകൾ കൂട്ടിയിടിച്ച്. അപ്പോൾ ഈ ഇപ്പോഴത്തെ കുട്ടികളിൽ അല്ലെങ്കിൽ ആൺകുട്ടികളിൽ ഈ ഭയങ്കര ഷോ കാണിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സ്പീഡ് കൂട്ടാനുള്ള ഒരു പ്രവണത ഉണ്ടല്ലേ. സ്പീഡ് കൂട്ടുക, അതായത് ഹൈ റിസ്ക് ബിഹേവിയറിൽ ഇൻഡൽജ് ചെയ്യാൻ നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് ഒരു വ്യഗ്രതയുണ്ട്. ആ ഹൈ റിസ്ക് ബിഹേവിയർ സ്പീഡ് ഡ്രൈവിംഗ്, റിസ്കി ഡ്രൈവിംഗ് മാത്രമല്ല, ലഹരി ഉപയോഗം, അതുപോലെ തന്നെ പരിധി വിട്ടുള്ള മറ്റ് ബിഹേവിയേഴ്സ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അത് ചെയ്താൽ ഇന്ന പ്രത്യാഘാതം വരുമെന്ന് അറിയാമെങ്കിലും അവരത് എടുക്കാൻ തയ്യാറാണ്, ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ഡോപ്പമിൻ ഉണ്ടാവുന്നു, അതാണ് നമുക്കൊരു സന്തോഷത്തെ തരുന്നത്, ഒരു ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ ഒരു ഉത്സാഹം, ഉന്മാദം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഉത്സാഹത്തെ തരുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരുടെ തലച്ചോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഹൈ റിസ്ക് ബിഹേവിയറിൽ ഇൻഡൽജ് ചെയ്താലേ അവർക്ക് സാധാരണ ആൾക്കാർക്ക് ലഭിക്കുന്ന സന്തോഷം ഉണ്ടാവുള്ളൂ. അതായത് നമ്മളിപ്പോ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ ഡോപ്പമീൻ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ഡോപ്പമീൻ കിട്ടുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവര്, ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, അവർക്ക് ആ ഒരു പ്രവൃത്തി ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം 100-ന് മേലെ വണ്ടി പോയാലേ അവർക്ക് ആ ഒരു ത്രില്ല് കിട്ടത്തുള്ളൂ. അത് തന്നെയല്ല, ഇപ്പൊ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികൾ, ADHD ഉള്ള കുട്ടികൾ, ഇപ്പൊ തന്നെ ഫഹദ് ഫാസിൽ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് ADHD ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെയും അവര് വളരുന്നതനുസരിച്ച് അവരുടെ പിരിപിരിപ്പും അല്ലെങ്കിൽ അടങ്ങിയിരിക്കായ്മയും കുറയുന്നു, പക്ഷെ ശ്രദ്ധക്കുറവ് പെർസിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ശ്രദ്ധക്കുറവ് വരുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് അറ്റൻഷനാണ്. അതായത് സസ്റ്റെയിൻഡ് അറ്റൻഷൻ, അതാണ് വേണ്ടത്. ആ സസ്റ്റെയിൻഡ് അറ്റൻഷൻ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികൾക്ക് കുറയുന്നു. അപ്പോൾ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നപ്പോൾ അവർ ശ്രദ്ധ മാറുന്നു, അവർക്ക് ആ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ഏകാഗ്രത കുറഞ്ഞു പോകുന്നു, അപകടങ്ങളിലേക്ക് ചെന്നുപെടുന്നു. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം തന്നെയാണ്. കാരണം ഈ ഹൈ റിസ്ക് ബിഹേവിയർ ഉള്ള കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴും അപകടത്തിന്റെ തോത് കൂടുതലാണ്. നാലാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് സമ്മർദ്ദം വളരെയധികം കൂടുതലാണ്, സ്ട്രെസ് കൂടുതലാണ്. അത് തന്നെയല്ല ക്ഷമയില്ലായ്മ. യാതൊരു ഇപ്പം ഫ്രണ്ടിലൊരു വണ്ടി പോയാൽ അതിന്റെ പുറകെ നിൽക്കാൻ ക്ഷമയില്ല, കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഓവർടേക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി എല്ലാം അത് തന്നെ. ഒരാളൊന്ന് ഓവർടേക്ക് ചെയ്താൽ ഞാൻ തോറ്റുപോയി എന്നുള്ളൊരു പ്രതീതിയാണ്. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും അവരെ വെട്ടിച്ച് ഫ്രണ്ടിൽ വരണം, അല്ലെങ്കിൽ എനിക്ക് അന്ന് സമാധാനമില്ല. ആ തരത്തിലൊരു ചിന്താഗതി വന്നു കഴിയുമ്പോഴത്തേന് അത് എന്റെ ഒരു തോൽവിയായിട്ട് കണക്കാക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓവർടേക്കിങ് വരുന്നത് തന്നെ വണ്ടി ഓടിക്കുന്നവർക്കറിയാം. അപ്പൊ നമ്മളൊന്ന് ഫ്രണ്ടിലാണ് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരും എങ്ങനെയെങ്കിലും. അപ്പൊ നമ്മള് അവരെ പോലെ അപക്വമായി പെരുമാറരുതല്ലോ എന്നുകൊണ്ട് നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും മാറിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ ഡ്രൈവിങ്ങിനെ എല്ലാവരും കുറ്റം പറയാറുണ്ടല്ലോ. സ്ത്രീകൾ ഇങ്ങനെ കാലഴച്ചു വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ കുറവുള്ളത് സ്ത്രീകളുടെ അല്ലേ, കൂടുതൽ പുരുഷന്മാരല്ലേ ഈ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ കാണിച്ച് അധികം ഈ ആക്സിഡന്റിലോട്ട് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി കൺസേൺ ഉണ്ട്, അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനോ ഓവർ സ്പീഡ് കാണിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഇപ്പൊ എന്റെ അമ്മയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടില് അനിയന്റെ ഒപ്പം ഇരിക്കുന്നതെങ്കിൽ അമ്മയുടെ കയ്യിലായിരിക്കും കൺട്രോള്. മോനെ ദേ അവിടെ ഒരാൾ വരുന്നു. കാരണം നമ്മൾ അത്രയും കെയർഫുൾ ആണ് സ്ത്രീകൾ. നമുക്ക് ഈ ഫ്രണ്ട് വി ആൻറ്റിസിപ്പേറ്റ് അല്ലെ, കുറച്ചും കൂടെ ഒരു ആൻറ്റിസിപ്പേറ്റിനും ഇൻറ്റ്യൂഷൻസും ഒക്കെ നമുക്ക് കൂടുതലാണ് സ്ത്രീകൾക്ക്. അതവിടെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ കൺസേൺഡ് ആണ്, കാരണം ഞാൻ വീട്ടിലെത്തിയില്ലെങ്കിൽ എൻ്റെ പിള്ളേർ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺസേണും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മീഡിയയിൽ നമ്മൾ മീഡിയ കൾച്ചർ തന്നെ, ഇപ്പോൾ ധൂം എന്നൊക്കെ പറയുന്നത് ബൈക്ക് റേസ് തന്നെയാണ് അതിൽ കാണിക്കുന്നത് അല്ലേ, ധൂം എന്ന് പറഞ്ഞ മൂവി. ഇപ്പൊ നന്നായി ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ കാണുന്ന ദൂരദർശനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അവിടെ ഈ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്, അതൊരു ഫാക്ടറാണ്. പിന്നെ സ്റ്റൈൽ, ഇപ്പം നമ്മൾ പോകുമ്പോൾ കുട്ടികളുടെ അടുത്ത് പറയും ഹെൽമെറ്റ് വയ്ക്കൂ എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് ഇവിടെ വരെ പോയാൽ മതി, അടുത്ത് പോയാൽ മതി മിസ്സായി, ഞങ്ങൾക്ക് ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത്ര വലിയ വണ്ടികൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കും, എത്ര സേഫ്റ്റി ഉണ്ട്, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കി വാങ്ങിക്കൊടുക്കും. പക്ഷേ
അതിൽ എങ്ങനെ പോകണം നമ്മൾ ലോ ഉണ്ട്, ആ ലോ ഫോളോ ചെയ്യണം. കുട്ടികളെന്നല്ല, ഓരോ വ്യക്തികളിലേക്കും. കാരണം നമ്മൾ വാങ്ങുന്ന വണ്ടിയുടെ ലക്ഷങ്ങൾ കൂടുന്നതനുസരിച്ച് സെക്യൂരിറ്റി കൂടും എന്ന് വിചാരിക്കുന്ന ഒരു അബദ്ധധാരണയിലിരിക്കുന്നവരാണ് നമ്മൾ. ഈ ബെൻസിന്റെ അതാ പറഞ്ഞ, അതൊരു അബദ്ധധാരണയാണ്. എത്ര ലെക്ചർ ആണെങ്കിലും അതിലിരിക്കുന്ന ആളുടെ ശ്രദ്ധ പോലെ ഇരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ റിസ്ക് കുറയ്ക്കാം, ലഹരി ഉപയോഗം മാം പറഞ്ഞ പോലെ അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഇന്ന് എന്തുകൊണ്ട് റോഡ് അപകടങ്ങൾ കൂടുന്നു എന്ന് പറയണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വണ്ടികൾ കൂടുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും വേണം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ അത് മാത്രമല്ല, നിയമം ലംഘിച്ചാൽ ഇവിടെ ആക്ഷൻ ചില സ്ഥലങ്ങളിൽ മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പൊ ഒരു ഫൈൻ എല്ലായിടവും ഫൈൻ വരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാല് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന നമ്മള് വെസ്റ്റേൺ ഒരു ഗൈഡ് ലൈൻ വെച്ച്, അല്ലെങ്കിൽ വെസ്റ്റിൽ എങ്ങനെയാണോ ലൈസൻസ് അതിന്റെ ടെസ്റ്റ് ഉണ്ടല്ലോ, അതേ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ റീടെസ്റ്റ് നടത്തുവാണെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ക്ലിയർ ചെയ്യത്തില്ല. എങ്ങനെയാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത് അതുവരെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അർഹതയില്ലാത്തവർക്ക് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. കാരണം അത്രയും മിസ്റ്റേക്സ് ആണ് അവര് റോഡിൽ വന്ന് കാണിക്കുന്നത്. ഇനിയിപ്പോ ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ തന്നെ 6 മാസം കഴിയുമ്പോൾ ലൈസൻസ് തിരിച്ചു കിട്ടും. ആ 6 മാസം ഇവൻ വണ്ടി ഓടിക്കുന്നുണ്ട്, ആരും പിടിക്കുന്നില്ല എന്നുള്ളതാണ്. സസ്പെൻഡ് ചെയ്തൊന്നും ആരും നോക്കുന്നില്ല. എനിക്കതിൽ പറയാനുള്ളത്, നമ്മളിപ്പോ ഈ വലിയ ആക്സിഡന്റ്സ് ഉണ്ടല്ലോ, ഒരുമാതിരി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവരുടെ മുഴുവൻ ഡെത്ത്, പ്രത്യേകിച്ചും ഈ മിഡ് നൈറ്റിന് ശേഷമുള്ള സമയത്ത്. ഇപ്പൊ ഞാൻ നൈറ്റ് ഡ്രൈവ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ രാത്രിയിലാണ്. അത് രാത്രിയിൽ പോകാണ്ടായിരുന്ന ഒരു കാരണം എന്താ വെച്ചാൽ, പകൽ ഇവിടുന്ന് നമ്മൾ 6, 7, 8 മണിക്കൂർ വരെയൊക്കെ എടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രം വരെ എത്താൻ. പക്ഷെ രാത്രിയിലാകുമ്പോൾ നമ്മളൊരു 4 മണിക്കൂറിനകത്ത് അവിടെ എത്തും എന്നുള്ള അതുള്ളതുകൊണ്ട്, ട്രാഫിക് കുറവാണെന്നുള്ളൊരു കാരണം കൊണ്ടാണ്. പക്ഷെ ഉറക്കം വന്നാൽ സൈഡിലേക്ക് വണ്ടി എങ്ങോട്ടെങ്കിലും കയറ്റിയിട്ടിട്ട് ഉറങ്ങുക എന്നുള്ളത് തന്നെ അവിടെ ആരായാലും ചെയ്യേണ്ടതുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ടയിൽ നടന്ന ആക്സിഡന്റിൽ വീടിന് ഒരു 7 കിലോമീറ്റർ മുമ്പാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. അവർക്ക് ഉറക്കം വന്ന് കാണണം, എന്നാലും 7 കിലോമീറ്റർ കൂടി അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വീട്ടിലെത്തി പോയി കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ വീട്ടുകാരായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അതായത് ഡ്രൈവേഴ്സും ആ വീട്ടിലുള്ളവർ തന്നെയാണ് ഡ്രൈവിങ്ങും ചെയ്യുന്നെങ്കിൽ, ഒന്നുകിൽ രാത്രി സഞ്ചാരം ഒഴിവാക്കുക. ഇനി അതല്ല, രാത്രി പോയേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടോ, അല്ലെങ്കിൽ ഇനി ഉറക്കം വന്ന ഒന്ന് സൈഡിലേക്ക് നിർത്തി മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു കട്ടനൊക്കെ കുടിക്കുമ്പോഴേക്കും ഒന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് ഡ്രൈവിംഗ് പഠിക്കുന്നത് തന്നെ കുട്ടികൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും മിക്കപ്പോഴും. ഈ ഡ്രൈവിങ്ങിന്റെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ കൂടെ പോയിരുന്ന് സ്റ്റിയറിങ്ങിന്റെ അവിടെ പോയിരുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ പണ്ട് പഠിച്ചത് നമ്മളൊക്കെ പഠിച്ചിരുന്ന സിലബസിലുള്ളത് ഇപ്പോഴും ഉണ്ടെങ്കിലും അത്യാവശ്യമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു സാധനം MVD ആക്ടും ഡൊമസ്റ്റിക് വയലൻസും പോക്സോയുമാണ്. തീർച്ചയായിട്ടും ഈ MVD തിയറി ശരിക്കും 18 വയസ്സ് വരെ പഠിച്ചിട്ട് 18 വയസ്സിൽ അവർ ലൈസൻസ് എടുക്കട്ടെ, കുറച്ചെങ്കിലും ഒരു ബോധം വരും. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ലൈസൻസ് കിട്ടി പറപ്പിച്ചാടെങ്കിലും നെഞ്ചത്തേക്ക് കയറുക, റോഡിൽ എങ്ങനെ ഒരു ബുൾജെറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒരു ഷോക്കുള്ള ഇതാണെന്നാണ്. കറക്റ്റ് മാനദണ്ഡത്തിൽ ലൈസൻസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അല്ല, അത് ഒരു എച്ചെടുത്താൽ ലൈസൻസ് ആയി, അത്ര തന്നെ. അല്ലാതെ ബാക്കി മാനദണ്ഡങ്ങൾ അവർ റോഡിൽ പാലിക്കപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഒരു 250 മീറ്റേഴ്സ് മാത്രം റോഡിൽ ഓട്ടിക്കും, അത് പിന്നെ ലൈസൻസ് ആയി. അപ്പൊ അത്തരം ടെസ്റ്റ് തന്നെ അതൊരു അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. അപ്പൊ അതൊക്കെ പൊളിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചു. അതുപോലെ ഈ കുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ, ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിൽ അവരുടെ വണ്ടിയുടെ ക്ലച്ചും മറ്റേ ബ്രേക്കും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇപ്പുറത്തെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് അത് കഴിഞ്ഞ് അത് ആ ഒരു തൽക്കാലം MVD കയറി കുറച്ച് ദൂരം റോട്ടിൽ ഓടിച്ച് പിന്നെ ഇവര് വണ്ടി എടുത്ത് ഇറങ്ങുവാണ്. പിന്നെ പാരന്റ്സ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ലൈസൻസ് എടുക്കാതെ പോലും കുട്ടികൾക്ക് വണ്ടി കൊടുക്കുന്ന എത്രയോ പാരന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഇതൊന്നും ഒരു ട്രാഫിക് നിയമങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ ഇതൊന്നും പാലിക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു മനോഭാവം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്. വടുതലുണ്ടായ ആക്സിഡന്റ് 15 വയസ്സുള്ള പയ്യൻ ചേച്ചിയും കൊണ്ടുപോയ ആൾക്കാർ വരാറുണ്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് ആശുപത്രിയിലെ ഒരാളെ ഇങ്ങനെ നമുക്ക് പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവരും. അപ്പൊ അയാൾ ചെയ്ത നമുക്ക് അതിലൊരു കോളം എഴുതാനുണ്ട്, ഹിസ്റ്ററി എന്താണെന്ന്. അപ്പൊ നമ്മൾ ആ കുറ്റം എന്തായിരുന്നു കുറ്റം ചെയ്തതെന്ന് എഴുതാൻ വേണ്ടി ചോദിക്കുമ്പോൾ അയാൾ പറയാ, അപ്പൊ പോലീസുകാരനെ പറയാണ്, മാഡം കുറ്റം കേട്ടാ മാഡം ചിരിക്കും. എന്താ, മകൻ വണ്ടിയെടുത്ത് പോയിട്ട് MVD പിടിച്ചതാണ്, മകന് ലൈസൻസ് ഇല്ല, അപ്പൊ അച്ഛനെ അറസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ അപ്പൊ ആള് പറയാണ്. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ 18 വയസ്സാവാതെ കൊടുത്തിട്ടല്ലേ ഇപ്പൊ ഇത്? അപ്പൊ പുള്ളി എന്നെ എൻ്റെ അടുത്ത് പറയാണ്, ഞാനല്ല, എൻ്റെ വൈഫാണ്, വൈഫിനാണ്, അവൻ കൊണ്ടുപോകും,
അതായത് നമ്മൾ 18 വയസ്സ് ലൈസൻസിന് എന്ന് വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം അതെന്തെങ്കിലും കാരണം കൊണ്ടാണല്ലോ അതങ്ങനെ വെച്ചിരിക്കണം. അപ്പൊ അതായത് നിയമങ്ങൾ പാലിക്കപ്പെടണം എന്നൊരു ചിന്ത ആർക്കൂല. അതുപോലെ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി, ഇപ്പൊ മിക്കവാറും നമ്മളൊരു ബസ്സൊക്കെ പോവുകയാണെങ്കിൽ ഇടതുവശത്തു കൂടെ വെട്ടിക്കരുത് എന്നുള്ളത് നിയമമുണ്ട്. ആരാത് പാലിക്കണേ? അപ്പൊ ഒരു ബസ് നിർത്തി ഡോർ തുറക്കുമ്പോ ഒരു 2 വീലർ എടുത്തു കൂടെ കയറാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡോർ തുറക്കലും 2 വീലറിനെ തട്ടി. അപ്പൊ ആ 2 വീലറുകാരൻ മത്സരയോട്ടം അല്ലാണ്ട് മോഡിഫിക്കേഷൻ വണ്ടികളുടെ മോഡിഫിക്കേഷനിലേക്ക് വരുമ്പോ നമ്മൾ കണ്ടല്ലോ ഇപ്പൊ റീസെന്റ് എത്ര ആക്സിഡന്റ്സ് ആണ്, എത്ര വണ്ടികളാണ് തീ പിടിച്ചത്. നിയമങ്ങൾ പാലിക്കപ്പെടണം എന്നൊരു ചിന്ത ആർക്കൂല. അതുപോലെ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വണ്ടി, ഇപ്പൊ മിക്കവാറും നമ്മളൊരു ബസ്സൊക്കെ പോവുകയാണെങ്കിൽ ഇടതുവശത്തു കൂടെ വെട്ടിക്കരുത് എന്നുള്ളത് നിയമമുണ്ട്. ആരാത് പാലിക്കണേ? അപ്പൊ ഒരു ബസ് നിർത്തി ഡോർ തുറക്കുമ്പോ ഒരു 2 വീലർ എടുത്തു കൂടെ കയറാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡോർ തുറക്കലും 2 വീലറിനെ തട്ടി. അപ്പൊ ആ 2 വീലറുകാരൻ മത്സരയോട്ടം അല്ലാണ്ട് മോഡിഫിക്കേഷൻ വണ്ടികളുടെ മോഡിഫിക്കേഷനിലേക്ക് വരുമ്പോ നമ്മൾ കണ്ടല്ലോ ഇപ്പൊ റീസെന്റ് എത്ര ആക്സിഡന്റ്സ് ആണ്, എത്ര വണ്ടികളാണ് തീ പിടിച്ചത്. അതായത് വണ്ടിയിലുള്ള മോഡിഫിക്കേഷൻസ് അനാവശ്യമായിട്ട് നടത്തുന്ന ചില മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഷോർട്ട് സർക്യൂട്ട് മൂലം തന്നെയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. നരിയടയ്ക്കാണ് ചിലർ രക്ഷപ്പെടുന്നത്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഉണ്ടായി, പെട്ടെന്ന് കുട്ടികൾ ബസ്സിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, കുട്ടികൾ പെട്ടെന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ചില ആക്സിഡന്റ്സിൽ ഇതുപോലെ ഡെത്ത് ഈവൻ അവരെല്ലാവരും തന്നെ മരിക്കുന്ന. ഈ മോഡിഫിക്കേഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വെള്ള പൂശി ഒരു 3-4 വർഷം മുന്നേ, എന്നിട്ട് വല്ല കുറവുണ്ടായോ? അല്ലെ, ഇല്ല, അത് അവരാ ഒരു വെള്ളപൂശലിൽ മാത്രമായിട്ട് ഒതുങ്ങി. അതായത് സൂപ്പർഫിഷ്യൽ ആയിട്ട് ചെയ്തു, വെള്ളപൂശൽ മാത്രമേ നടന്നുള്ളൂ. ഇന്റേണൽ ആയിട്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. കാരണം എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ബസ് ആകുമ്പോൾ കുറച്ച് ബഹളം വേണം, കുറച്ച് ഓളം വേണം, പിള്ളേർക്ക് ഡാൻസ് കളിക്കുന്ന പാട്ട് വേണം. അപ്പൊ അതിന് നല്ല ഇത് വേണമല്ലോ, അത് സൗണ്ട് സിസ്റ്റം വേണം. അപ്പൊ ആ രീതിയിൽ എന്നാലും പിള്ളേർക്ക് ഇഷ്ടപ്പെടുള്ളൂ. പിള്ളേരായിരിക്കും കൂടുതലും. ഈ നിയമം പലപ്പോഴും വരും പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കണ്ണിന്റെ ലൈസൻസ് പുതുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ഷീറ്റ് തന്നെ അതിനകത്തുണ്ട്, ഏതൊക്കെ ടെസ്റ്റുകൾ വേണം, വിഷനൊക്കെ. പക്ഷെ ഏതെങ്കിലും ഒരു ഏജന്റിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റും ഇല്ലാണ്ട് നമുക്ക് ലൈസൻസ് പുതുക്കി കിട്ടും. ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് തന്നെ അറിയുമ്പോൾ പലരും കണ്ണ് മൂടിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വലിയ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ കണ്ണ് മൂടിപ്പോയി. കാരണം അയാൾക്ക് 21 വയസ്സിലോ 22 വയസ്സിലോ എടുത്ത ഹെവി വെഹിക്കിളിന്റെ ആ ഐസൈറ്റിലല്ല അയാളുടെ 48 വയസ്സിലോ 50 വയസ്സിലോ ഉള്ളത്. അപ്പൊ ആ വക ചേഞ്ചസ് ഒന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇത്രയും എന്തോ വലിയ മഹാപാപമാണ് എന്നാണ് നമ്മുടെ നാട്ടുകാരുടെ വിചാരം. ഇതേ ആൾക്കാർ യൂറോപ്യൻ കൺട്രീസിൽ UAE പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് വണ്ടി ഓടിക്കും, ഒരു പ്രശ്നം പറയുന്ന മനസ്സറിഞ്ഞ് വണ്ടി ഓടിക്കണമെങ്കിൽ കേരളത്തിലേക്ക് വരണമെന്നാണ്. ഈയിടെയായിട്ട് കുറെ പേര് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് നല്ല കാര്യമാണ്. സൈക്കിള് യാത്രക്കാർ ഇപ്പൊ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരു സൈക്കിളിനെ പറ്റി ലൈൻ ഇല്ല. അല്ല, സൈക്കിളിന് ലൈൻ ഇട്ടിട്ടുണ്ട്, അവിടെ 12 ബൈക്കുകളും നിർത്തിയിട്ടുണ്ട്. സൈക്കിൾ ലൈൻ മാത്രമല്ല, റോഡിൽ ജോഗ് ചെയ്ത് ഒരു മനുഷ്യൻ പോകുന്നു, പിന്നെ അത്രയും തിരക്കിനിടയിൽ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊരു മണ്ടത്തരമാണ് അതൊക്കെ. അത്രയും തിരക്ക് പിടിച്ച റോഡിലല്ല ജോഗ് ചെയ്യേണ്ടത്. അതുപോലെ ക്രോസ് ചെയ്യും. ഇവിടെ സീബ്ര ലൈനിൽ പച്ച കാണിച്ചാൽ അവിടെ നോക്കി നിൽക്കും, റെഡ് കാണിച്ചാൽ മാത്രം എല്ലാരും കൂടെ കൂട്ടത്തോളം. സീബ്ര ലൈനിൽ പിന്നെ അതൊരു ജീവൻ പിടിച്ചുകൊണ്ട് നമ്മള് സീബ്ര ലൈനിൽ ആൾക്കാർ കടക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വരുന്ന വണ്ടികളെല്ലാം ഒന്നുകൂടെ ഒന്ന് സ്പീഡാക്കും. കാരണം അവർ കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പോകണം. അങ്ങനെ സിറ്റികളിൽ മാത്രമുള്ളൂ ഹെൽമെറ്റ് ഒക്കെ നിർബന്ധമായിട്ടുള്ളൂ. നമ്മൾ വടക്കോട്ട് പോകുമ്പോ ഒക്കെ ഭൂരിഭാഗം ആൾക്കാരും ഹെൽമെറ്റ് വെക്കാറില്ല. അവിടെ നിന്നപ്പോ നമ്മൾ നിയമമൊന്നും ഇവിടെ ഇല്ലേ, പോലീസ് ഇല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇല്ലേ, ഹെൽമെറ്റ് മാത്രമല്ല, വൺ വേയില് നമ്മളങ്ങനെ സമാധാനത്തിൽ പോകുമ്പോ കാണും ഓപ്പോസിറ്റ് 2 വണ്ടി വരും. അവരൊക്കെ ഇത് ഇവിടെ വരില്ലേ ഉള്ളൂ, ഒന്നങ്ങനെ കട്ട് ചെയ്ത് കയറാൻ ഞാൻ 2 കിലോമീറ്റർ ചുറ്റണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയാം. അല്ല, ഇത് ഒരു വ്യക്തിയുടെ നഷ്ടമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇത് നഷ്ടം അവനവന്റെ ജീവൻ നഷ്ടപ്പെട്ട അവനവന്റെ ഫാമിലിക്കാണ്. അവർ അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ട് ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളാണ് ഈ ഒരു ആവേശത്തിന്റെ പുറത്ത് അവരുടെ ജീവൻ പൊലിക്കണം. വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണത്. അല്ലെങ്കിൽ അത് പക്ഷേ ഒരു പത്രത്തിന്റെ ഒരു കോളത്തിൽ അത് ഒതുങ്ങുന്നു. കാരണം അതൊരു വ്യക്തിയെ, ആ കുടുംബത്തെ മാത്രം ബാധിക്കുന്നത്. ഈ മാം പറഞ്ഞ പോലെ വലിയൊരു ബസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇതിനൊരു അറ്റൻഷൻ കിട്ടുന്നതും അപ്പോഴാണ് ഇതിനെന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എടുക്കണം എന്ന് പറയുന്നതും. ഇത് അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പഠിപ്പിക്കേണ്ടത്. മാം പറഞ്ഞ പോലെ നമ്മുടെ പാഠഭാഗങ്ങൾ ഇത് ഇൻക്ലൂഡ് ചെയ്യണം.
കുട്ടികളെ ബോധവൽക്കരിക്കണം. പിന്നെ ഇത് ഒക്കെ ഒരു ഓവർനൈറ്റ് ടോപ്പിക് മാത്രമേ ഉള്ളൂ. ഒരു ചായ കുടിക്കുന്നു, അതോടുകൂടെ നമ്മൾ പത്രം വായിക്കുന്നു, അതവിടെ കഴിയുന്നു. അപ്പോൾ അതല്ലാണ്ട് ഇത് ഈ പഠന തലങ്ങളിലേക്കും കൂടെ ഉൾപ്പെടുത്തി അത് ലോ ആണ്, നമ്മൾ നിയമം പാലിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ബോധം. ഇവിടെ നിയമം പാലിക്കാത്ത ആൾക്കാർ പുറത്തുപോയി നിയമം പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത് കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ല എന്നുള്ള ഒരു ബോധവൽക്കരണം അതാണ് ആവശ്യം. തോന്നുന്നത് ഒരു പേടി എന്നുള്ള എലമെന്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് പിന്നെ അവരൊന്ന് സെൽഫ് കൺട്രോളിലേക്ക് പോവുക. നമ്മൾ ഈ കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ കൊടൈക്കനാലിലല്ല കൊണ്ടുപോകുന്നത്, നിംഹാൻസിലുള്ള ന്യൂറോ വാർഡിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഈ സിവിയർ ആക്സിഡൻസ് ഒക്കെ വന്നിട്ട് സ്പൈനൽ ഇഞ്ചുറി ഒക്കെ വന്ന് കിടക്കുന്നവരാണ്. ബൈക്ക് ഒരുവിധ ആൾക്കാരൊക്കെ നമുക്കിവിടെ സ്പൈനൽ ഇഞ്ചുറി വന്നിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘടന തന്നെയുണ്ട്. എല്ലാവരും വീൽ ചെയറിലാണ്. എല്ലാവരും അവരുടെ 18, 19, 20, 21 വയസ്സിൽ ബൈക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനാപകടങ്ങളിൽ പെട്ടിട്ട് അപകടം പറ്റിയതാണ്. മരിച്ചാൽ അതിൽ പിന്നെ ഒരു രക്ഷ ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇങ്ങനെ കഴുത്തിന് കീഴ്പോട്ട് തളർന്ന് ബെഡ് റിഡൺ ആയിട്ടുള്ള ഡോക്ടർക്കൊക്കെ ശരിക്കും കണ്ടുപരിണ്ടാവും. എത്രയോ മനുഷ്യന്മാരുണ്ട്. അത് വെച്ചാൽ ഹോൾ ഫാമിലി, ചിലർ കല്യാണം കഴിഞ്ഞ 1 മാസം 2 മാസമൊക്കെ ആയവരായിരിക്കും. ഈ പെൺകുട്ടിയുടെ ജീവിതം, ഈ ഫാമിലി, പിന്നെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായ സംഭവമല്ല. ഇഷ്ടം പോലെ കാശും പോകണം. ഇൻഷുറൻസിന് ചിലപ്പോൾ ഇൻഷുറൻസ് കിട്ടുന്ന വണ്ടി ആവില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും എത്രയോ വണ്ടികൾ ബസ്സുകൾ തന്നെ ഇഞ്ചുറീസ് ഒക്കെ വന്ന് മനുഷ്യന്മാർ ഇങ്ങനെ കിടക്കുന്ന ഒരു 10 പേരെ കണ്ടിട്ടെങ്കിലും ഞാൻ ഈ റോഡിൽ പോകുമ്പോ കുതിക്കില്ല എന്നൊരു അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ഒരു ഫിയർ കമ്പോണന്റ് മാത്രമല്ല, ഒരു ഉത്തരവാദിത്വ ബോധമില്ലായ്മയുണ്ട്. അതായത് എന്റെ ജീവൻ മാത്രമല്ല അപകടത്തിൽ വരുന്നത്, ഞാൻ കാരണം മറ്റൊരു വീട്ടിലെ മറ്റൊരു അംഗം നഷ്ടപ്പെടുന്നു, അവർക്ക് എല്ലാമായിരുന്ന ഒരാൾ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ബോധം. അതായത് ഞാൻ വണ്ടി ഓടിച്ചാൽ എന്റെ ജീവനും എന്റെ വണ്ടിയിൽ ഇരിക്കുന്ന ആളുകളുടെ ജീവനും മാത്രമല്ല എനിക്ക് റെസ്പോൺസിബിലിറ്റി, അവിടെ നടക്കുന്ന മനുഷ്യരും ചുറ്റുവട്ടം പോകുന്ന ബാക്കി വണ്ടികളിലെ ആൾക്കാരുടെ ഒക്കെ ജീവൻ എന്റെ കയ്യിലാണ്. ആ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലായ്മയോ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ ഉണ്ട്. അത് മറ്റുള്ളവരുടെ കാര്യം എന്ന് പറയാം. സ്വന്തം ഫാമിലി തന്നെ 2 കുഞ്ഞുങ്ങളെയും 3 പേരെയും വെച്ചിട്ട് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതെ, അത് വയസ്സുള്ള കുഞ്ഞിനെ ബാക്കിൽ വെച്ചിട്ട് അതൊക്കെ എങ്ങനെയാണ് പറ്റുന്നതെന്നാണ് മനസ്സിലാവാത്തത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇങ്ങനത്തെയൊക്കെ വീൽ ചെയറിൽ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ കഴുത്തിന് താഴെ തളർന്ന ആൾക്കാരെ കണ്ടിട്ടും ആരും പഠിക്കുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാല് ഒമ്നിപൊട്ടന്റ് ഫാന്റസി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് അവർക്കല്ലേ വന്നത്, എനിക്കത് വരില്ല, എനിക്കത് സംഭവിക്കാതെ സൂക്ഷിക്കാൻ എനിക്കറിയാം, ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാം. അവർക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അത്ര ഒരു കഴിവില്ലാത്തത് കൊണ്ട് അങ്ങനെ വന്നു. ഇത്തരം ഒരു ഒമ്നിപൊട്ടന്റ് ഫാന്റസിയിൽ ജീവിക്കുന്നവർക്കാണ് സാധാരണഗതിയിൽ ഇത്തരം വീൽ ചെയറിൽ ഉള്ള ആൾക്കാരെ കണ്ടാലോ അല്ലെങ്കിൽ ഇങ്ങനെ അപകടത്തിൽ പെട്ട് കഷ്ടപ്പെടുന്നവരെ കണ്ടാലോ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ളപ്പോഴാണ്. അതുപോലെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ റോഡ് സൈഡിൽ പല ആനിമൽസ്, അതായത് ചില സമയത്ത് കുറെ പട്ടികളായിരിക്കും അല്ലെങ്കിൽ പൂച്ചകളായിരിക്കും, സ്ട്രേ ഡോഗ്സിന്റെ ശല്യമുണ്ട്. അതുപോലെ ചില സ്ഥലത്ത് ചില കാളകള്, എരുമകള്, വലിയ വലിയ, ഞാൻ പലപ്പോഴും സ്ട്രേ ഡോഗ്സിന്റെ പ്രോബ്ലം ഭയങ്കര ക്രോസ് ചെയ്താണെങ്കിൽ നമ്മളെ വീടുള്ളൂ, ഡോഗിനൊന്നും പറ്റില്ല എന്ന് പറയണേക്കാം. നമ്മൾക്കൊരു റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു ഡോഗിനെ കാണുമ്പോൾ ചിലപ്പോൾ അറിയാത്തൊന്ന് സ്റ്റോപ്പ് ചെയ്തു പോകും. അപ്പൊ അത് പക്ഷെ അത് പുറകിൽ വരുന്ന വണ്ടി വന്ന് നമ്മുടെ വണ്ടിയിൽ അല്ല, ഇത് നമ്മളെ ഈ വണ്ടിമേലേക്ക് ചാടാനും നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ഇപ്പൊ പെട്ടെന്ന് ഒരു പട്ടി ചാടും നമ്മൾ പെട്ടെന്ന് വിചാരിക്കില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ട് അറിയാതെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് സ്റ്റിയറിംഗ് തിരിക്കും. ഇതെല്ലാം ആക്സിഡന്റ്സിന് കാരണമാവുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ വഴിയാത്രക്കാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചിട്ട് ക്രോസ് ചെയ്യും. ഈ വരുന്ന വണ്ടി സ്പീഡിലാണോ വരുന്നത്, അവര് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടാൽ അവർക്ക് കിട്ടുന്നതാണോ, ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാം. ഒരു വിധമൊക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊന്നും നോക്കാതെ ഞങ്ങള് കാൽനടക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രിഫറൻസ് വേണമെന്നുകൊണ്ട് ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ക്രോസ് ചെയ്ത് പോകുന്ന വഴിയാത്രക്കാരും ഉണ്ട്. അപ്പം അതും ഒരു കാരണമാണ് റോഡ് അപകടങ്ങൾ ഒരു അപകടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവിച്ചു, അത് ചിലപ്പോൾ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ മിക്കവരും അതിന് ശ്രമിക്കാറില്ല, അവിടെ ഉപേക്ഷിച്ചിട്ട് പോകലാണ്. അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കുള്ളൊരു മാം പറഞ്ഞ പോലെ അത് മറ്റുള്ളവനെ കുറിച്ച് കൺസേൺ ഇല്ലാത്തതുകൊണ്ടാണ്. നാളെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിന് പിന്നിൽ എന്താ വെച്ചാൽ നമ്മുടെ നിയമവും നമ്മുടെ കുറെ കാര്യങ്ങളും അതിന്റെ പുറകെ ഈ വ്യക്തി കുറെ നടക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ എന്തിനാ ഞാൻ അത്രയും കഷ്ടപ്പെട്ടത്? കിടക്കുന്നവരെ നമ്മൾ എടുത്തു പൊക്കി അവരുടെ നട്ടലൊടിക്കുന്ന ഒരു അവസ്ഥ വരെ റെഡ് ക്രോസിലൊക്കെ സ്കൂളുകളിൽ വെച്ച് ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള വിവരണങ്ങളും പ്രോട്ടോകോൾ അതൊക്കെ
എനിക്ക് പറയാറുണ്ട്, നിങ്ങൾ ആക്സിഡന്റ് ആയി കിടന്ന ആളെ ഒരു 5 മിനിറ്റ് വൈകി ആശുപത്രി കൊണ്ടുപോയാലും ആംബുലൻസിൽ കൊണ്ടുപോകും, ഓട്ടോറിക്ഷയിൽ എടുത്തിട്ടുണ്ട് പോരുന്നത്. കാരണം എന്താ പറ്റിയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ അപ്പൊ ആൾക്കാർ അത് നമുക്ക് മനുഷ്യപ്പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നമ്മൾ പറയും നിങ്ങൾ ഓട്ടോറിക്ഷ ഇല്ലെങ്കിൽ വേണ്ട, ആപ്പ ഉണ്ടല്ലോ ബാക്ക് തുറന്നിട്ടുള്ള, അതിനകത്തായാലും മതി, നിവർത്തി കിടത്തിയിട്ട് കൊണ്ടുപോകണം. സ്പൈനൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ ഒരു സംഭവം ഞാൻ എന്റെ അനിയന്റെ അടുത്തൊക്കെ പറയാറുണ്ട്, 2 ബസ് അല്ലെങ്കിൽ ഒരു ട്രക്കൊക്കെ സിഗ്നലിൽ നിൽക്കുമ്പോ നീ അതിന്റെ മൂട്ടിൽ പോയി നിൽക്കരുത്. അവർക്കൊരു ബ്ലാങ്ക് സ്പോട്ട് അതിന്റെ ചോട്ടിൽ പോയി നിൽക്കരുത്, അതിന്റെ സൈഡിൽ നിൽക്കരുത്. ഒരു 2 മിനിറ്റ് നീ വൈകും, അത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് സൈഡിലേക്ക് മാറിന്നോ, അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് മാറ്റി ഓഫ് ആക്കി ഇട്ടുന്നോ, എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ പല ആക്സിഡന്റും സിഗ്നലിൽ ഓണായി വണ്ടി എടുക്കുമ്പോഴാണ് ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ പെട്ടിട്ട് ബൈക്കുകാർ മരിക്കുന്നത്. ഇതൊക്കെ കുറച്ച് നമ്മളൊന്ന് കോൺഷ്യസ് ആവുക എന്നുള്ളത് തന്നെയാണ്. ചില വണ്ടികൾ അതുപോലെ തന്നെ സർവീസ് ചെയ്യേണ്ടപ്പോ ചെയ്യാ അല്ലെ, വണ്ടിയെ നമ്മൾ പോലെ കൊണ്ട് നടക്കണം. അങ്ങനെ മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ബൈക്ക് യാത്രക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും യാതൊരു നിയമവ്യവസ്ഥയും പാലിക്കത്തില്ല. എങ്ങനെ വേണേ കറങ്ങി ഇച്ചിരി ഇട ഉണ്ടെങ്കിൽ അതുവഴി 2 ചക്രവും 2 കാലും ഉണ്ട്. വലിയ വണ്ടിക്കാർക്ക് അവരോടൊന്നും പറയാനും പറ്റത്തില്ല, അവർക്ക് വലിയ വണ്ടിയുള്ളതിന്റെ അഹങ്കാരം അങ്ങനെ പറഞ്ഞിട്ട് ഈ തരത്തിലുള്ള നിയമലംഘനം നമ്മൾ ഏത് അതിപ്പോ ഓട്ടോറിക്ഷ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു നമ്മൾ പെട്ടെന്നായിരിക്കും നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഒരു ടേണിംഗ് ആണത്, അവരെങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിക്കേറ്റർ ഇല്ല. കേരളത്തിലെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഒരുപാട് റൂറൽ ഏരിയ ഉള്ള ഒരു സ്ഥലമല്ല. ഡെസ്ലേറ്റ് നാഷണൽ ഹൈവേ ഏരിയ നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാം. വല്ല ഇടുക്കിയിലേക്കൊക്കെ കയറി പോകുമ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളല്ലാതെ നോർമലി നമ്മൾ കാസർഗോഡ് തിരുവനന്തപുരം വരെ പോകുമ്പോൾ ഒരു 10 വീടെങ്കിലും കാണാത്ത ഒരു 200 മീറ്റർ സ്ഥലം ഉണ്ടാവില്ല, വീടോ കടകളോ ഇല്ലാത്ത. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പോക്കറ്റ് റോഡുകളും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വരുമ്പോൾ കാണിക്കേണ്ട മിനിമം മര്യാദ പോലും പല വണ്ടിക്കാരും കാണിക്കുന്നില്ല. ഹൈവേയിലേക്കാണ് കയറുന്നതെന്നുള്ളത് ഓടിക്കുന്ന ആൾക്കും ബോധമില്ല. ഹൈവേയിൽ നമ്മൾ ഒരു സ്പീഡ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പെട്ടെന്നൊരു വണ്ടി കയറി വരുമ്പം അയാൾ ബ്രേക്ക് ഇടാൻ നോക്കുന്നു, വേറൊരു വണ്ടിയിൽ പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് ഇയാളുടെ. അപ്പം ആ ആൾക്കാരെന്താ വിചാരിക്കണ, എന്റെ നാട്ടിൽ കൂടെ ഞാൻ വണ്ടി ഓടിക്കുന്നു, എന്റെ നാട്ടിലെ പോക്കറ്റ് റോഡിൽ ഞാൻ വണ്ടി ഓടിക്കുന്നു, എനിക്കെന്താ. നമ്മൾ ഹൈവേയിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സൈക്കിളുകൾ ഇങ്ങനെ താറാവ് കൂട്ടകൾ പോലെ കാറിന്റെ ഇടയിൽ കൂടെ വരുന്നത് കാണാം. അവര് നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതാണ് നിരപ്പായ സ്ഥലമാണ്, സൈക്കിളാണ് ഞങ്ങളുടെ വാഹനം, ശരിയാണ്. പക്ഷെ നാഷണൽ ഹൈവേയിലല്ല അത് കാണിക്കേണ്ടത്. ഹൈവേ പിന്നെ നമ്മുടെ ഹൈവേകൾ എനിക്കറിയില്ല, ഇവിടെ ഹൈവേകളിൽ രാത്രി പോകുമ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കണം ലൈറ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. അത് നൈറ്റ് ഡ്രൈവ് ഇപ്പൊ കൂടിയുണ്ട് കുട്ടികളുടെ ഇടയിൽ. നൈറ്റ് ഡ്രൈവ് ഇപ്പൊ ഒരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഈ നൈറ്റ് ഡ്രൈവിന് പോകുമ്പോ ഈ ട്രക്കൊക്കെ കേടായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ ഇടിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിപ്പോ വളരെ കോമൺ ആയിട്ട് പേപ്പറിൽ കാണുന്ന. ശ്രദ്ധയില്ലാത്തതുകൊണ്ട് മാത്രല്ല ഇത് ഈ അറിയില്ല ഈ ഇൻഡിക്കേറ്റർ. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും സംവിധാനം, ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൃത്യമായി ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വരണം. അപ്പൊ അതൊക്കെ ഒരു ട്രക്ക് ഡ്രൈവേഴ്സ് യൂഷ്വലി രാത്രിയിൽ യാത്ര ചെയ്യുന്നവരാണ്. വെളുപ്പാൻ കാലത്തും ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഉറക്കക്ഷീണം കാണും. അപ്പൊ എങ്ങാനും എന്തെങ്കിലും ഒരു എമർജൻസിക്ക് എനിക്ക് നൈറ്റ് ഡ്രൈവ് പോകേണ്ട വന്നാൽ അവര് ഹോൺ അടിച്ചാൽ എനിക്ക് ആശ്വാസം, ആൾ ഉറങ്ങിയിട്ടില്ല. കാരണം അത്രയും നമ്മൾ കോഷ്യസ് ആയിരിക്കണം. കാരണം ഉറങ്ങാതെ ഒരു മനുഷ്യന് ഒരു 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. അത് ചെയ്യാതെ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതും ഒക്കെയും റിസ്കി ബിഹേവിയറിനകത്ത് വരുന്നത് തന്നെയാണ്. പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആണ്, എന്നിട്ട് അവർക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ സാധാരണ രാത്രി 11 മണിക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്ന ആള് നൈറ്റ് ഡ്രൈവിന് പോയുള്ള അവസ്ഥ എന്തായിരിക്കും? അതെല്ലാം അഗ്രഷൻ കാണിക്കുക റോഡിൽ. ലോങ് ഡ്രൈവ് അവിടെയാണ് പ്രോബ്ലം. അങ്ങനെയല്ല, ഇതിപ്പോ ഒരു മനുഷ്യന് ചില ആൾക്കാർക്ക് ഒരു 2-3 തരം ആൾക്കാരുണ്ടല്ലോ. ചിലർക്ക് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കണായിരിക്കും, പക്ഷെ ചിലർ വൈകി ഉറങ്ങി വൈകി എണീക്കണവരായിരിക്കും. അപ്പൊ നമ്മളുടെ ആ ഉറക്ക പാറ്റേൺ അനുസരിച്ച് വേണം നമ്മൾ ആ ഡ്രൈവും ഷെഡ്യൂൾ ചെയ്യാൻ. കാരണം ഇപ്പൊ നമ്മൾ 2 മണി വരെ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ സമയം വരെ ഡ്രൈവ് ചെയ്ത് പിന്നെ വണ്ടി എവിടെയെങ്കിലും ഇപ്പൊ നമ്മൾ ദൂരെ പോവുകയാണെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ 2 മണിക്കുള്ളിൽ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊരു എന്താ പറയാ വർക്കപ്പ് നടത്തിയിട്ട് വേണം നമ്മളൊരു ട്രാവലിന് പോവാൻ. അതുപോലെ വെളുപ്പിന് അല്ലെങ്കിൽ ഇപ്പൊ വെളുപ്പിന് എണീക്കുന്ന ആൾക്കാരുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് വെളുപ്പിന് ഷെഡ്യൂൾ. എല്ലാവരും ഈ ട്രാഫിക് അവോയ്ഡ് ചെയ്യാനാണ് ഈ നൈറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഡ്രൈവ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. കാരണം അത്രയും ഭയങ്കര ട്രാഫിക്കാണ്. ഇത്രയും വണ്ടികൾ കൂടി, അപ്പൊ നമ്മുടെ റോഡിനൊന്നും അതൊന്നും അത്രയ്ക്കുള്ള ഒരു സൗകര്യം ഇല്ല. പിന്നെ നമ്മൾ ഈ ഒരേ 4 വരി പാതയൊക്കെ വരുമ്പോ നിയമത്തിൽ പറയുന്നത് സ്ലോ മൂവിങ് ആൾക്കാർ ലെഫ്റ്റിലും മറ്റേ ഫാസ്റ്റ് ആയിട്ട് പോകുന്നവർ റൈറ്റില്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടെയ്നർ റോഡ് കൂടെ ഒക്കെ പോവാണെങ്കിൽ ചില വണ്ടികൾ ആദ്യം ലെഫ്റ്റിൽ കൂടെ പോകും, പിന്നെ അവർ റൈറ്റിലേക്ക് എടുക്കും, പിന്നെ ലെഫ്റ്റിലേക്ക്. ഇങ്ങനെ ഒരു സിസർ കട്ട് ചെയ്താണ് വണ്ടികൾ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഈ ബാക്കിൽ പെട്ടെന്ന് വരുന്ന ആള് ഈ വണ്ടി ഇങ്ങോട്ട് ടേൺ ചെയ്യുന്ന അയാൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ സമയത്തും ആക്സിഡൻസ്.
പിന്നെ ഒരു റോഡിൽ കാര്യം അഗ്രഷൻ കാണിക്കുന്ന ഒരു വിഭാഗം അതെ, അതെ. ജനങ്ങളുണ്ട്. ഉണ്ട്, ഉണ്ട്. അതായത് ഒത്തിരി പേര്. ദേഷ്യവും അരിശവും മുഴുവനും റോഡിൽ കാണിക്കും. ആക്സിലേറ്ററിന്റെ മുകളിൽ കാണിക്കും. ആക്സിലേറ്ററിൽ കാണിക്കും, കോമ്പറ്റീഷൻ അപ്പുറമുള്ളവരോട് കാണിക്കും. അതെ 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 അപ്പൊ ഇത്തരം ഈ അഗ്രസീവ് മോഡിലാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ആങ്കർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ആങ്കർ അതെ, മാനേജ്മെന്റ് ഇഷ്യൂസ് ഉള്ളവര് ധാരാളം ഉണ്ട്. ഉം. ഇപ്പൊ അത് സമ്മർദ്ദം കൂടുന്ന അതൊരു റീസൺ തന്നെയാണ്. അപ്പൊ ഈ ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉള്ളവർ പലപ്പോഴും ഇപ്പൊ എന്റെ അടുത്ത് വരുന്നവരാണെങ്കിലും തുറന്ന് പറയാറുണ്ട്, ഈ ദേഷ്യം എനിക്കുണ്ട്, പ്രത്യേകിച്ചും എനിക്ക് റോഡിൽ വരുമ്പോൾ എനിക്ക് അത് കൈവിട്ടു പോകുന്നു, അതുകൊണ്ട് എനിക്ക് അതിനൊരു പരിഹാരം വേണം എന്ന് തന്നെ ഇൻസൈറ്റ് ഉള്ളവരുമുണ്ട്. ദേഷ്യവും അരിശവും മുഴുവനും റോഡിൽ കാണിക്കും. ആക്സിലേറ്ററിന്റെ മുകളിൽ കാണിക്കും. ആക്സിലേറ്ററിൽ കാണിക്കും, കോമ്പറ്റീഷൻ അപ്പുറമുള്ളവരോട് കാണിക്കും. അതെ 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 അപ്പൊ ഇത്തരം ഈ അഗ്രസീവ് മോഡിലാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ആങ്കർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ആങ്കർ അതെ, മാനേജ്മെന്റ് ഇഷ്യൂസ് ഉള്ളവര് ധാരാളം ഉണ്ട്. ഉം. ഇപ്പൊ അത് സമ്മർദ്ദം കൂടുന്ന അതൊരു റീസൺ തന്നെയാണ്. അപ്പൊ ഈ ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉള്ളവർ പലപ്പോഴും ഇപ്പൊ എന്റെ അടുത്ത് വരുന്നവരാണെങ്കിലും തുറന്ന് പറയാറുണ്ട്, ഈ ദേഷ്യം എനിക്കുണ്ട്, പ്രത്യേകിച്ചും എനിക്ക് റോഡിൽ വരുമ്പോൾ എനിക്ക് അത് കൈവിട്ടു പോകുന്നു, അതുകൊണ്ട് എനിക്ക് അതിനൊരു പരിഹാരം വേണം എന്ന് തന്നെ ഇൻസൈറ്റ് ഉള്ളവരുമുണ്ട്. അപ്പൊ ഇത്തരം അഗ്രഷൻ റോഡിൽ കാണിക്കുകയാണെങ്കിൽ അത് അപകടത്തിന് ഏറ്റവും വലിയൊരു കാരണമാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ എന്താ വെച്ചാൽ, നമ്മൾ ഈ ടെക്നോളജി ഒക്കെ ഇത്രയും ഡെവലപ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞ് പക്ഷെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട നടന്ന ആക്സിഡന്റ് എനിക്ക് സത്യം പറഞ്ഞാൽ വായിച്ചപ്പോൾ സങ്കടമാണ് വന്നത്. അപ്പം 2 അച്ഛന്മാരും കൂടെ എന്തായാലും ഒരു ഉച്ചക്കെങ്കിലും അവിടുന്ന് തിരിച്ചിട്ടുണ്ടാവും. പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചിയിലെത്തി. പിന്നെ ഈ കുട്ടികൾ വന്നിട്ട് രാത്രിയിട്ട് ഇവരെയും കൊണ്ട് തിരിച്ചു പോകുമ്പോൾ രാത്രി 2 മണിക്കും 3 മണിക്കും കണ്ടാണല്ലോ ആക്സിഡന്റ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ കുട്ടികൾ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഊബർ വിളിച്ചു പോയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ റൂം എടുത്തിട്ട് പിറ്റേ ദിവസം സമാധാനം വീട്ടിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ രാത്രി ഓടിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സ് ഒക്കെ പകല് കിടന്നുറങ്ങി വരുന്നവരാ. അവർ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആണ്. അങ്ങനെ പോയാൽ മതി. നമ്മൾ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയി കൂട്ടി കൊണ്ടുവന്ന് പോവാന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവർ ഡേ ടൈമിൽ വന്നിറങ്ങുന്ന ഫ്ലൈറ്റിന് വരാം. ഈ രാത്രി 1 മണിക്കൊക്കെ വരുന്ന ഒരുവിധം നമ്മളിപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന ഫ്ലൈറ്റുകളൊക്കെ, ദുബായിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റുകളൊക്കെ വരുന്ന രാത്രി 10:30, 10:45, 12 മണി അങ്ങനെയൊക്കെയാണ്. ഇപ്പം എൻ്റെ നാട് മലപ്പുറത്താണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ ഒരു 2-3 പേര് ഒരുമിച്ച് ആക്സിഡന്റ് ആവുന്ന മെജോറിറ്റി കേസുകളും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയിട്ട് വരുന്നവരായിരിക്കും. കാരണം എയർപോർട്ടിലേക്ക് ഇവർ അങ്ങോട്ട് ഓടിച്ചിട്ടാണ് പോകുന്നത്, അത്രയും ദൂരം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ ആളെ പിക്ക് ചെയ്ത് അവരെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് കയറി തിരിച്ചു കൊണ്ടുവന്ന് മനുഷ്യനെല്ലാം ക്ഷീണിക്കും. ഉറക്കത്തിന്റെ പ്രശ്നം അവിടെ വരും. ഈ അഡ്വാൻസ്ഡ് ടെക്നോളജിയെ ആശ്രയിച്ചിട്ട് അപകടം വരുന്നതുകൊണ്ട് GPS-നെ അതുണ്ട്. പുഴയിൽ പോയി. അപ്പോ നമുക്ക് ശാസ്ത്രത്തെയും ഈ പറഞ്ഞ പോലെ 100% പറ്റില്ല. ആശ്രയിച്ച് പോയവർക്കും അങ്ങനെ അപകടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കൊരു ദൂരം എത്താനുണ്ട്, നമുക്കത് 10 മിനിറ്റിൽ എത്താം. അപ്പൊ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ജോലിക്ക് കയറേണ്ട സമയം 10 മണിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ 15 മിനിറ്റ് ഉള്ളായിരിക്കും. പക്ഷെ എന്നാലും ഒരു ട്രാഫിക് കണക്കിലെടുത്ത് നമ്മളൊരു 10-20 മിനിറ്റ് നേരത്തെ ഇറങ്ങാൻ അതൊരിക്കലും ആരും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ആ സമയത്തിന് അവിടെ എത്തണം, അല്ലെങ്കിൽ പഞ്ച് ചെയ്യണം എന്നുള്ള ധൃതിയിൽ അപ്പൊ നമ്മൾ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു മരണം കണ്ടു. അപ്പൊ അവർ ആ സിനിമയ്ക്ക് പോവാനുള്ള അവിടെ ഈ ഹൈഡ്രോപ്ലെയിനിങ് വന്നിട്ടുണ്ടാവും ചിലപ്പോ, കാരണം ഭയങ്കര മഴയായിരുന്നു അന്ന്. അപ്പൊ അവരാ വണ്ടിയെ സമയത്തിന് 9:30 എന്തോ ആണ് ഷോ. അപ്പൊ അവര് ആ ഒരു 9:15 പുറപ്പെട്ടു 4 കിലോമീറ്റർ പോകേണ്ട. അപ്പൊ ആ തിരക്ക് ഏത് കാര്യത്തിലാണെങ്കിലും, നമ്മളിപ്പോ ജോലിക്ക് പോകുന്ന കാര്യത്തിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പൊ അങ്ങനത്തെ ആക്സിഡൻസും ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മൾ ആ സമയം ലാസ്റ്റ് മൊമെന്റ് വരെ, ഞാനിപ്പോ എന്റെ മകനൊക്കെ തന്നെ 2 വീലറിൽ പോവാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞാൽ അതിന് ഈ വണ്ടിയിലല്ലേ പോണം, അത്ര നേരം വേണ്ട, അപ്പൊ എത്തും. പക്ഷെ നമ്മൾക്കൊരു ആ സമയം നമ്മള് അല്ലെങ്കിൽ ബസ്സിലേക്കാ പോണെങ്കിൽ നമ്മൾ കുറച്ച് ബസ്സിന്റെ സമയം നോക്കിയൊക്കെ ഓടും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് അതിനു വേണ്ടി ആ ലാസ്റ്റ് മൊമെന്റ് അത് ഭയങ്കരമായിട്ട് അത് സ്ത്രീകളുടെ കാര്യത്തിലുണ്ട്. ഇപ്പൊ 2 വീലർ എടുത്ത് പോണ പല സ്ത്രീകളും ആ ലാസ്റ്റ് മൊമെന്റ് വരെ പണി തീർത്ത് ഓടി, അങ്ങനത്തെ ഒത്തിരി ആക്സിഡൻസ്. അതുപോലെ ഈ ബസ്സിൽ ഈ പാട്ട് നമുക്കിപ്പോ നിയമപ്രകാരം പറയുന്നുണ്ട് വലിയ വോളിയത്തിൽ പാട്ട് വെക്കരുത്. അത് എത്രത്തോളം സാധാരണ പോണ വണ്ടി, ടൂറിസ്റ്റ് വണ്ടി വേണ്ട, സാധാരണ നമ്മൾ പോകുന്ന റെഗുലർ ബസ്സുകളിൽ KSRTC-ലാണ് ആകെ പാട്ടില്ലാത്തുള്ളൂ. വോൾവോ ഉണ്ട്. എന്നാലും ഒരു ഇത് ഭയങ്കര വോളിയത്തില് ആ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ അരോചകമാണ് ആ പാട്ട്. അപ്പൊ ആ ഡ്രൈവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് ആ പാട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും അത് കുറച്ചു കാലം ഒരിടയ്ക്ക് ചെക്കിംഗ് ഒക്കെ വന്ന് കുറച്ചു കാലം അത് നിർത്തി, വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു. അതിനിടയ്ക്ക് പിന്നെ നമ്മൾ വേഗപ്പൂട്ട് വെച്ചിരുന്നു. അതിനെതിരെ എന്തൊരു ബഹളായിരുന്നു. അതായത് ഇത്ര ഒരു സ്പീഡിലേ പോവാവൂ എന്ന് പറയുന്ന ഒരു തെറ്റെന്നുള്ള രീതിയിലായിരുന്നു ആ അത് അന്ന് കുറച്ചു കാലം. നമ്മുടെ ഇവിടെ എന്ത് നിയമമാണെങ്കിലും
ഏതെങ്കിലും ഒരു ആക്സിഡന്റ് വരുമ്പോ അതെ അതെ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോ കുറച്ച് നാളത്തേക്ക്, അതൊരു ലൈഫ് ലോങ് അല്ലെങ്കിൽ കാലാകാലങ്ങളോളൊന്നും അത് പിന്തുടരില്ല. ഭയങ്കര പെരിഫറൽ ആണ്. ഇപ്പൊ ആ വെള്ള പെയിന്റ് അടിച്ചതുപോലെ ഇനിയിപ്പോ പറയും മറ്റേ മെഡിക്കൽ കോളേജിലുള്ള സ്റ്റുഡൻസ് 7 മണിക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നായിരിക്കും അടുത്തത്. ഇത് 9 മണിക്ക് ഇറങ്ങിയത് കൊണ്ടാണല്ലോ ഇത് പറ്റിയത് എന്നൊക്കെയുള്ള രീതിയിൽ വരും. നമ്മൾ പെരിഫറൽ ആയിട്ടല്ലാതെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്താണ് എക്സാക്ട്ലി പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് PTA അമ്മമാരെ വിളിച്ചിരുത്തി തന്നെയാണ് മെയിൻ ആയിട്ട് അവയർനെസ് കൊടുക്കേണ്ടത്. ഡ്യൂക്ക് ഒക്കെ പോലത്തെ ബൈക്ക് കിട്ടുന്ന പിള്ളേരുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്മയെ സ്വൈര്യം കെടുത്തിയിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ അമ്മയെ സ്വൈര്യം കെടുമ്പോൾ അമ്മ ഓൾറെഡി അച്ഛൻ്റെ അടുത്ത് പോയി നിങ്ങൾ വാങ്ങിക്കൊടുക്കൂ നമ്മുടെ മോനല്ലേ. അതിന്റെ പേരിൽ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരും ഒക്കെ ഉള്ളൊരു നാടായതുകൊണ്ട് മകൻ തന്നെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു കഥയൊക്കെ പറയും. എന്റെ കോളേജിൽ ഒരു കുട്ടി അങ്ങനെ മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തിനാ പിന്നെ ജീവിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ വിചാരിക്കും കുട്ടി ജീവനോടിരിക്കണാണല്ലോ നല്ലത്. അപ്പോൾ ഈ സൂപ്പർ ബൈക്കുകൾ വാങ്ങിച്ചു കൊടുക്കുക, അത് പിന്നെ അതിന്റെ ഒരു ശബ്ദം ഒക്കെ കൂട്ടി വെച്ചിട്ട് അതങ്ങനെ പോവുക, സൈലൻസർ ഇല്ലാതെ അവർക്ക് കൺട്രോൾ അതിന്റെ മുകളിൽ കിട്ടാത്ത വിധത്തില്. അപ്പൊ ഈ അമ്മമാരെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. എന്റെ കുട്ടി ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള അമ്മയുടെ ബേസ് കൺസെപ്റ്റ് അങ്ങ് എടുത്തു മാറ്റണം. ഇതൊക്കെ നടക്കും. അതുപോലെ സ്കൂൾ സിലബസിൽ നിർബന്ധമായിട്ടും ഇതിന് പരീക്ഷയും വെക്കണം. അതെ അതെ അതെ. ഇപ്പൊ ലേണേഴ്സ് മാത്രമാണല്ലേ നമുക്ക് ആകെ ഉള്ളൊരു, അതും എന്ത് പരീക്ഷയാണത്? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസിന്റെ അഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അതിനെതിരെ ഒരു നടപടി എടുക്കത്തില്ല. അല്ല, മാം പറഞ്ഞാണ് റൂൾ എന്ന് ലോ എന്ന് പറയുമ്പോൾ അത് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കി ചെയ്യേണ്ടല്ല, അതെന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നിടത്തേ ഇത് മാറുള്ളൂ. അത് അവയർനെസ്സോ ഇത് അതിലൂടെ ഡെവലപ്പ് ചെയ്ത് ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, ഞാൻ കാരണം എൻ്റെ വീടിനും അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ വീട്ടിലേക്കും ഈ പ്രോബ്ലം എത്തപ്പെടാമെന്നുള്ള ഒരു ബോധം അതിലേക്ക് എത്തിയാൽ മാത്രമേ ഇത്. അതല്ല, ഇപ്പൊ ഹെൽമെറ്റ് ഒക്കെ കയ്യിലിട്ടിട്ട് പോകണം എത്രയോ പേരുണ്ട് നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ കാണാം. അതായത് ഹെൽമെറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, ഹെയർ സ്റ്റൈൽ ഹെൽമെറ്റ് ഇവിടെ ജസ്റ്റ് പോലീസിനെ വീഡിയോ കണ്ടു. ഡിവൈഡറിൽ പോയി ഇടിച്ചിട്ട് അവൻ വീഴുന്നേക്കാളും അവന്റെ ഹെൽമെറ്റ് തെറിച്ചു, എന്നിട്ട് തല ഡിവൈഡറിൽ പോയി ഇടിച്ചിട്ട് സ്പോട്ട് ഡെത്ത് ആണ്. അപ്പോ എന്തിനാ ചിലര് ചട്ടി പോലും സാധനം തലയിൽ വെച്ചിട്ട് കാണാം. ഹെൽമെറ്റിന്റെ ക്വാളിറ്റി ചെക്ക് ഒന്നുമില്ല, അത് വീണ് കഴിഞ്ഞാൽ അറിയാം ഡേഞ്ചർ വരുമോ ഇല്ലയോ. അതെ അതെ, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. അല്ല, അത് മാത്രല്ല, അതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബോർഡുണ്ട് 450 രൂപയ്ക്ക് ഹെൽമെറ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെയാ അതിലൊരു ക്വാളിറ്റി ഒരു കാര്യത്തിലും ഇല്ല, ക്വാളിറ്റി നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യമുള്ളത്, എല്ലാവരും വിചാരിക്കുന്ന കാറിലാണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആണ്, നമ്മൾ 2 വീലറിലാണെങ്കിൽ കുറച്ചും കൂടെ ഇതാണ്. പക്ഷെ കാറിൽ വരുന്ന ആക്സിഡൻസ് ആണെങ്കിലും മേജർ ആക്സിഡൻസ്, പിന്നെ കുട്ടികളെ സീറ്റ് ബെൽറ്റ് ഇട്ട ചൊറിയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടെ. സീരിയസ്ലി, എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വെറുതെ പിടിച്ചു വെക്കും പോലീസ്. പിടിച്ചു വെക്കുന്നതല്ല, ചിലര് എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? രാത്രിയിലൊക്കെ, അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വണ്ടിക്ക് ഇൻഡിക്കേഷൻ ഉണ്ടാവും, അവർ ആദ്യമേ ബെൽറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കും, എന്നിട്ട് സൗണ്ട് വരില്ല. പോലീസ് എങ്ങാനും വണ്ടി കിടക്കുന്നതാണ് ആ സാധനം മാത്രം കഴുത്തുകൂടെ പോലീസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ചൈൽഡ് സീറ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കുഞ്ഞു മക്കളുള്ള അച്ഛനമ്മമാരാണ് ഏറ്റവും എതിർക്കുന്നത്. എന്റെ കൊച്ചു അങ്ങനെ ഇരിക്കില്ല, ഇതേ അച്ഛന്റെ അമ്മയുടെയും വിദേശത്ത് യൂറോപ്പിലാണെങ്കിൽ ഈ കുട്ടി അതിൽ ഇരുന്നല്ലേ മതിയാവുള്ളൂ. അപ്പൊ അവരവിടെ പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട്. അതായത് ഇത് ഇങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും. അല്ല, ക്യാമറ വന്നപ്പോഴും അങ്ങനെയായിരുന്നല്ലോ. ക്യാമറ വന്നപ്പോഴത്തേക്കും ആ ക്യാമറയ്ക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. എല്ലാം അതിലെന്താണോ ഒരു തെറ്റ് കണ്ടോ അത് ഹൈലൈറ്റ് ചെയ്യാനാണ് കൂടുതൽ ശ്രമം നടത്തുന്നത്. അല്ലാണ്ട് ആ ക്യാമറ വെച്ചത് എന്തിനാണെന്നോ അത് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് അതൊന്നും ആൾക്കാർക്ക് പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്യാൻ വിചാരിച്ചാലും അത് ചെയ്യാൻ നാട്ടുകാർ സമ്മതിക്കില്ല. അപ്പോഴത്തേക്കും അവിടെ ബഹളായി. നമ്മൾ ഈ പല കേസുകളിലും ഇപ്പം രാവിലെ പുലർച്ചെ ആക്സിഡന്റ് പറ്റിയിട്ടുള്ളത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിരിക്കും. നമ്മൾ ഒരിക്കലും ആ കുട്ടികൾ ഏത് അവസ്ഥയിലാണ് അവിടെ ആക്സിഡന്റ് പറ്റിയത്, റോഡിന്റെ എന്തെങ്കിലും കുഴപ്പമാണോ, ഓപ്പോസിറ്റ് വല്ല വണ്ടിയും വന്നാണോ, ഡിമ്മടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മഹാപാപായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയാണെന്നൊന്നും അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു ആൺകുട്ടി പെൺകുട്ടി ഇവർ ഏതൊക്കെ മതത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ മോറൽ ട്രാഫിക് കളിക്കാനാണ് നമുക്ക്, ഇവര് ചാടിച്ചോണ്ട് പോയതാണോ, ഇവര് വേറെന്തെങ്കിലും, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മളെ കോറായിട്ടുള്ള വിഷയം എന്താണോ അത് നമ്മൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഈ കോളേജുകളിലൊക്കെ പിള്ളേർ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. ഏതിപ്പോ ലേറ്റസ്റ്റ് കോതമംഗലത്ത് നടന്ന ആക്സിഡന്റിലും ഇത് കുട്ടികളുടെ മതവും
അവരെന്തിനു പോയി എന്നുള്ളതാണ്. അല്ലാണ്ട് ആ ആക്സിഡന്റ് എങ്ങനെ വന്നു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഓടുന്ന വണ്ടിയുടെ മുകളിലേക്ക് ഒരു പാനയൊക്കെ വന്ന് വീണു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോകുന്ന വഴിയല്ലല്ലോ. അപ്പൊ ഈ രീതിയിൽ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ എക്സാക്ട് പ്രശ്നം എന്താണ് എന്ന് മൈൻഡ് ചെയ്യാതെ അതിന്റെ അപ്പുറം ഇപ്പുറവും സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് ഭയങ്കര കൂടുതലാണ്, ഒരു ആവശ്യമില്ലാതെ. ട്രാക്ക് ഡ്രൈവേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ട്രാക്ക് ഡ്രൈവേഴ്സ് ഒക്കെ എവിടെയാണ് വിശ്രമിക്കുന്നത്? ഒന്നുകിൽ വണ്ടിക്കകത്ത് അല്ലെങ്കിൽ വണ്ടിയുടെ ചോട്ടിൽ അവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ശരിക്കും നമ്മൾ എന്തായാലും ലോങ് ഡ്രൈവ് ചെയ്ത് ഇത്രയും മനുഷ്യന്മാർ വരുന്നതാണ്. അവർ വണ്ടി നിർത്തിയിടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവർക്കൊരു വൃത്തിയായിട്ടൊന്ന് കിടക്കാനുള്ള ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ടാക്സ് ഒക്കെ വാങ്ങുന്നതല്ലേ, നാഷണൽ പെർമിറ്റ് വണ്ടികളാണ്. അവർക്ക് വൃത്തിയായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു പീസ്ഫുൾ ആയ ഒരു സ്ഥലം കൊടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു മനുഷ്യൻ തന്നെ കുറെ അതിന്റെ അടിയിൽ കിടക്കും. കഴിഞ്ഞ ദിവസം ചക്രം കയറി ഒരാൾ മരിച്ചില്ലേ, വണ്ടിയുടെ അടിയിൽ കിടന്നിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾക്കൊന്ന് വിചാരിച്ചാൽ മാറ്റാവുന്ന കുറെ അപകടങ്ങളാണ്. കുറെ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ അനിയനൊക്കെ വണ്ടി എടുക്കുമ്പോ ദൈവമേ ഓപ്പോസിറ്റ് വരുന്നവന് ബോധം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കാറ്. നമുക്ക് മാത്രം അത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഒരു റോഡ് അപകടം ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തം, അപ്പുറത്തൂടെ വരുന്നവരുടെ ഉത്തരവാദിത്തം, നടന്നു പോകുന്നവരുടെ ഉത്തരവാദിത്തം, അങ്ങനെ എല്ലാം റോഡ് സേഫ്റ്റി ഇതെല്ലാം കൂടെ കളക്റ്റീവായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് റോഡ് ആക്സിഡൻസ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും കുറയ്ക്കാനായിട്ട്. വയ്യാത്ത ആൾക്കാർ, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ഇവരോട് പറയും, ഇപ്പൊ ഇന്ന് പനിയും ചുമയായിട്ട് വന്നു, നമ്മൾ മരുന്ന് എഴുതുന്നു, അപ്പൊ അതിൽ ചിലത് സെഡേറ്റീവ്സ് ആയിരിക്കും. നമ്മൾ പറയും ഇത് വെച്ചിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പോകരുത്, നിങ്ങൾ 2 ദിവസം റെസ്റ്റ് എടുക്കണം. അപ്പൊ പലപ്പോഴും ഈ ട്രക്ക് ഡ്രൈവേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ട്രക്ക് ഡ്രൈവേഴ്സ് പലപ്പോഴും വരും പനിയൊക്കെ ആയിട്ട്. അപ്പൊ അവര് ഈ മരുന്ന് കഴിച്ചിട്ട് അവർക്ക് പോകണം പിറ്റേ ദിവസം. അതായത് പലപ്പോഴും ഭയങ്കര ഹൈ BP-യിലൊക്കെ വന്ന ആൾക്കാരെ നമ്മൾ അവരോട് ഒരു അരമണിക്കൂറോടെ ഇരിക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. വണ്ടി തിരിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വെളുപ്പിന് ഓട്ടോ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ഉറങ്ങാതെ ഒക്കെ ഇവര് 2-3 ദിവസമൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അസുഖം വന്ന് ഇവര് അസുഖത്തിന്റെ ക്ഷീണം, പിന്നെ മരുന്ന് കഴിക്കുന്ന അതിൽ സെഡേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട്, ഇതൊക്കെ വെച്ചിട്ട് ഇവര് ഡ്രൈവ് ചെയ്യും. അത് മാത്രമല്ല അലേർട്ട്നെസ് കൂട്ടാനായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ മിക്കവാറും അങ്ങനെ ഉണ്ടാവും. അപ്പം അതൊക്കെയും തന്നെ നമ്മുടെ ജഡ്ജ്മെന്റിന് എറർ വരുത്തുന്നതാണ്. അതായത് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരി ഏതാ തെറ്റേതാ എന്ന് വിവേചിച്ചറിയാനുള്ള കപ്പാസിറ്റി അതൊരു വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ തലച്ചോറ് തീരുമാനിക്കണം. എന്നാലേ നമുക്ക് റൈറ്റ് ആയിട്ട് റോഡിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരം ലഹരി വസ്തുക്കൾ അവർ ഈ കണ്ണു തുറന്നിരിക്കുന്നതിന് അലേർട്ട് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് വായിൽ അണയിൽ സൂക്ഷിച്ച് വെച്ച് അത് ചവച്ച് അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്തോണ്ടേ ഇരിക്കും. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ് റോഡിൽ ഉണ്ടാക്കുന്ന ആ ജഡ്ജ്മെന്റ് എറർ സംഭവിച്ചു കഴിയുമ്പോൾ. അത് തന്നെയല്ല, അത് അഗ്രഷൻ കൂട്ടുകയും ചെയ്യും. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത്തരം വസ്തുക്കൾ ചെന്ന് കഴിയുമ്പോൾ അഗ്രഷൻ കൂടി, ദേഷ്യം കൂടി, അപ്പൊ മറ്റുള്ളവരോട് ഒരു മത്സര ബുദ്ധി, റോഡിൽ ശരിക്കും പറഞ്ഞാൽ ഓട്ട മത്സരം പോലെ ഒരു റോഡിലെ ആ വാഹനങ്ങൾ പോകുന്ന ഒരു മത്സര ഓട്ടമായിട്ട് അത് മാറുന്നു. അല്ല ഈ ലൈറ്റ് ഡിം ചെയ്യാത്തതും വലിയ പ്രശ്നമാണ്. ചില സമയത്തൊക്കെ ചില വണ്ടികൾ, അത് മാത്രമല്ല നമ്മൾ നോർമലി ഉള്ള ഒരു ലൈറ്റ് അല്ലാതെ വേറെ കുറെ അഡീഷണൽ ഫിറ്റിംഗ് ലൈറ്റുകളൊക്കെ വെക്കുക. അപ്പൊ ആ ലൈറ്റ് ഒക്കെ ഭയങ്കര തീക്ഷ്ണമായിട്ട് കണ്ണിലേക്ക് വരുമ്പോൾ ചില സമയത്ത് ആ ഓപ്പോസിറ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്ക് കണ്ണ് കാണാത്തൊരവസ്ഥ വരെ ഹാലജൻ ബൾബ് ചോട്ടിലൂടെയാണ് ഇതിലും വലിയൊരു എന്താ പറയാ ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എങ്ങാനും നമ്മൾ വളരെ മിതമായ രീതിയിൽ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറകിലുള്ളവർ നമ്മളെ ചീത്ത പറയും. നമ്മള് ലോയൊക്കെ നോക്കി പോയാൽ പിറകിലുള്ള ആൾക്കാർ ചീത്ത പറയും. പുച്ഛാണ്. പക്ഷെ അല്ല നമ്മളൊരു 30-40 വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ബാക്കിലുള്ളവർ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ഹോൺ അടിക്കണം. അത് ബസ്സാണെങ്കിൽ പറയാനുമില്ല, ഹോണടിച്ച് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മൾ സ്പീഡ് എടുത്ത് പോകണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. അല്ല, ഇതിൽ വേറൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഹൈവേയും ഒരു സ്ഥലങ്ങളും തമ്മിൽ വേർതിരിവില്ലാത്തതുകൊണ്ട് ഹൈവേയിൽ ഇന്ന ഒരു സ്പീഡിൽ പോകണം എന്നാണ്. പക്ഷെ നമ്മൾ ഹൈവേ പോകുന്ന നാട്ടിലുള്ളവര് സ്പീഡ് കുറച്ചിട്ടേ പോകുള്ളൂ. അത് നമുക്കൊരു പ്രശ്നമാണ്. നമ്മൾ അല്ലെങ്കിൽ അവർക്ക് വേറൊരു ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം. അല്ലാണ്ട് ഹൈവേയിൽ പോകുന്ന അതേ സ്പീഡിലേക്ക് ഇവർ ഈ ചെറിയ സ്പീഡുകാർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈവേ കൂടെ പോകുന്നവർ ചീത്ത വിളിക്കും. പക്ഷെ അവര് നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വളരെ കുറച്ച് സേഫ്റ്റി ആയിട്ട് പോവാണ്. എന്താന്ന് വെച്ചാല് മുന്നേ നമ്മള് പറഞ്ഞതുപോലെ ഈ റൈറ്റ് സൈഡില് സ്പീഡ് കൂടിയ പോകണം. പക്ഷെ ഈ 30-ലോ 20-ലോ പോകാൻ താല്പര്യമുള്ളവര് ലെഫ്റ്റ് സൈഡ് പിടിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അവര് റൈറ്റ് സൈഡിൽ വന്നിട്ട് 30-40 പിടിക്കുന്നത് അതും തെറ്റാണ്. അത് മാറ്റി കൊടുക്കുക എന്നുള്ള ഒരു ധാർമ്മിക ബോധം വേണം. സ്ത്രീകൾക്ക് പൊതുവെ കുറച്ച് അറിവില്ലായ്മയും കൂടി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളില്. അതും ഉണ്ട്. അതും നമ്മൾ പറയുമ്പോ പറയണം, അതും ഉണ്ട്. അത് തന്നെയല്ല, ഇപ്പൊ പെട്ടെന്ന് വണ്ടി നിന്നു പോയാല്
അവര് പെട്ടെന്ന് പാനിക് ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കുറെ സമയം എടുക്കും. ആകെ പരിഭ്രമിച്ച് വിഭ്രാന്തിയായി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ അപ്പോഴത്തേനും ഹോൺ കൂടുമ്പോഴത്തേനും അവർ ഒന്നുകൂടെ പാനിക് ചെയ്യും. അതെ ഈ ഹോൺ അടിക്കുമ്പോ തന്നെ നമ്മൾ പാനിക് അതാ ഞാൻ പറഞ്ഞത്, ഇത് സ്കൂളിൽ തൊട്ട് നമുക്ക് ഇങ്ങനത്തെ ട്രെയിനിങ് കിട്ടിയ. സ്കൂളിൽ പിന്നെ ജെൻഡർ നോക്കിയിട്ടല്ലല്ലോ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സാധാരണ ഒരു നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിലിപ്പോൾ ബ്രദറോ അച്ഛനൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ അവർക്ക് വണ്ടിയോട് പരിചയമുള്ളൂ. അല്ലെങ്കിൽ അവൾ 18 വയസ്സിൽ പോയിട്ട് ലൈസൻസ് എടുക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ട് മിക്കവരും കല്യാണം കഴിഞ്ഞ ഭർത്താവിന് നിർബന്ധം കൊണ്ടൊക്കെ വണ്ടി ഇവിടെയാണ് ഒരു ഓടിക്കുന്നത്. തെറ്റ് വരുന്നത്. കാരണം നമ്മുടെ ബ്രെയിന് ആ കറക്റ്റ് സമയത്ത് നമ്മൾ അഭ്യസിക്കണം. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. അതെ, ആ സ്കില്ല് നേടിയെടുക്കണമെങ്കിൽ ബ്രെയിൻ ആ കപ്പാസിറ്റി ഉള്ളപ്പോൾ സ്കില്ല് നേടിയെടുക്കണം. അപ്പൊ നമ്മള് ഒരു 40 അബവ് കഴിഞ്ഞിട്ട് അല്ലെ 50 വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാരും നിർബന്ധിച്ചിട്ട് പോയി വണ്ടി ഓടിച്ചാൽ ആ വണ്ടി ഓടി കാണുമ്പോൾ അറിയാം ഇവർ ലൈസൻസ് എടുത്തിരിക്കുന്നത് 45 വയസ്സിന് ശേഷമാണെന്ന്. കാരണം അവർക്ക് അത്രയും സ്കില്ലേ ഉണ്ടാവുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ ചെറിയ പ്രായത്തിൽ തന്നെ, അതിന്റെ അർത്ഥം അണ്ടർ 18 എല്ലാവരും പോയി പഠിച്ചെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ ചെറിയ പ്രായത്തിൽ തന്നെ നിയമങ്ങളും അല്ലെങ്കിൽ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത്, അത്തരം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് MVD-കാരുടെ ആക്ടും ഈ പറഞ്ഞതുപോലെ ആ റൂൾസും റെഗുലേഷൻസും ഒക്കെ പഠിപ്പിച്ചെടുക്കാം, അതിനുള്ളൊരു സ്പേസും എടുക്കാം. അത് കഴിഞ്ഞിട്ട് അവർ ആ തലച്ചോറ് നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരം സ്കില്ല് അഭ്യസിപ്പിച്ച് എടുക്കേണ്ടതും കൂടെ ആവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആൾക്കാർ വൈകി ലൈസൻസ് എടുത്തിട്ട് റോഡിൽ പോയാൽ അതൊരു ന്യൂസൻസ് തന്നെയാണ്. അപ്പൊ അതിന് ആരെങ്കിലും ബഹളം വെക്കുമ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. അവര് കാരണം അപകടങ്ങളും ഉണ്ടാകാം. ഈ ന്യൂസൻസ് എന്ന് പറഞ്ഞാൽ ഈ നിയമം ലംഘിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് സ്പീഡിൽ പോകാതിരിക്കുകയും പെട്ടെന്ന് ആവശ്യമില്ലാത്തടത്തൊക്കെ വണ്ടി ചവിട്ടി നിർത്തുകയും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതും അപകടങ്ങൾ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതയാണ്. ആൺകുട്ടികൾക്ക് ആക്ച്വലി അതിന് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർ 15 വയസ്സാകുമ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വണ്ടി ഓടിച്ച് അതിലൊക്കെ ഒന്ന് നോക്കി. പെൺകുട്ടികൾക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി കുറവാണ്, ഇതിനോട് പരിചയമില്ല. അപ്പോൾ സ്കൂളിൽ ഇത് പഠിപ്പിച്ച് തിയറി പഠിപ്പിച്ച് 18 വയസ്സ് കഴിഞ്ഞാൽ ഇഫ് അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി പഠിക്കട്ടെ. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായതുകൊണ്ടോ ലൈസൻസ് കയ്യിൽ കിട്ടിയത് കൊണ്ടോ ഒരാൾ ഡ്രൈവർ ആകുന്നില്ല. സഹയാത്രികരോട് സഹാനുഭൂതിയും ആത്മനിയന്ത്രണവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരുവൻ ഡ്രൈവർ ആകുകയുള്ളൂ. സ്ത്രീപക്ഷത്തിന്റെ അടുത്തൊരു എപ്പിസോഡുമായി പിന്നെ കാണാം. നമസ്കാരം. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരാളെ പ്രണയിച്ച് ആ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വിരഹവേദന, നഷ്ടപ്രണയം, പിന്നെ അതിൽ നിന്ന് കവിത എഴുതുന്നു, അയാളൊരു കവിയാവുന്നു, ഇങ്ങനെ. ഇന്ന് അങ്ങനെയില്ല. അവിടെ നിന്ന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും. പെൺകുട്ടികൾ കുറച്ചും കൂടി ഈ കാര്യത്തിൽ ശരിക്കും ഒരു മോഡേൺ ആയി ചിന്തിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ലൈഫാണ്, ഈ ഒരാൾ എനിക്ക് പറ്റില്ലെങ്കിൽ സ്നേഹം ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു റിലേഷൻഷിപ്പ്, ഒരു മാരേജ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്തിരിയുന്നു. പക്ഷെ ആൺകുട്ടികൾ ഇപ്പോഴും അമ്മമാരുടെ ഈ പാമ്പേർഡ് ബോയ് ആണ്. അവർക്കൊരു ചെറിയ ഒരു നോ പറയുന്നത് പോലും സഹിക്കാൻ പറ്റില്ല. സ്ത്രീയും പുരുഷനും മത്സരിച്ച് പിന്നെ തേക്കുന്ന ഒരു സിനിമ ആണ് പൊന്മുട്ടയിടുന്ന താറാവ്. അതിൻ്റെ അകത്ത് ഉർവശി 10 പവന്റെ മാല വേണമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടാനെ കൊണ്ട് ഇടിച്ചിട്ട് അവിടെ അങ്ങനെ തേക്കുമ്പോൾ തിരിച്ച് പിന്നെ ശ്രീനിവാസനും സ്വർണത്തിന്റെ ആയിരുന്നില്ല കൊടുത്തത്. അങ്ങനെ തേപ്പ് തേക്കുന്നുണ്ട്. അപ്പൊ തേപ്പ് പണ്ടേ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ വീഡിയോ, കൂടുതലും പെൺകുട്ടികളുടെ ആണല്ലോ കാണാൻ പലർക്കും താല്പര്യം. ഒരാണിന്റെ വീഡിയോ അങ്ങനെ പറയുന്ന നമ്മളൊരു വീഡിയോ കാണാൻ അധികം ഇൻട്രസ്റ്റ് കാണിക്കില്ല. അപ്പൊ ആ പെൺകുട്ടിയുടെ വീഡിയോ ഇത്രയും പേര് കാണുമ്പം ആ കുട്ടിയുടെ ജീവിതം ഇനി നശിപ്പിച്ച് അവൾ ഒരു കാലത്തും ഇനി എവിടെയും കരകയറരുത് എന്നുള്ള രീതിയിൽ ആ ഇമേജ് സ്പോയിൽ ചെയ്യുക എന്ന് പറയുന്നത് സാഡിസ്റ്റിക് പ്ലഷറാണ്. തേക്കപ്പെടുകയാണെന്ന് മറ്റുള്ളവർ അറിയരുത്, അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഞാൻ അപഹാസ്യ ആവരുത് എന്ന ഉദ്ദേശം കൊണ്ട് തന്നെ അല്ലേ എന്തൊക്കെയാണ് സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ബ്രെഡ് ക്രംബിംഗ്, പിന്നെന്താണ് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്സ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, കുറെ ടേംസ് ഉണ്ട്. തേപ്പിനെ പറ്റി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ല തേപ്പുണ്ട്, ചീത്ത തേപ്പുണ്ട്. ഇപ്പൊ കൂടുതൽ എല്ലാവരും ഇമോഷൻസ് അങ്ങനെ ഒരുപാട് ഉള്ളോട്ട് എടുക്കുന്നവർ കുറവാണ്. ഉണ്ടാവാണ്ടിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഇമോഷൻസ് ഒക്കെ പല രീതിയിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ്, വെസ്റ്റീസ്, അങ്ങനെ കുറെ ആൾക്കാരോട് കാണിക്കാനുണ്ടാവും. അതുകൊണ്ട് അവർ പിന്നെ ഒന്ന് ടാലിയപ്പായി ഇങ്ങനെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.